എൻ്റെ മകൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ അതിനൊരു 5-6 ലക്ഷം രൂപയോളം വേണം ഹോസ്പിറ്റലിൽ ചിലവിന്. അപ്പം ഞാൻ ഇത് നമ്മുടെ ഈ ഭൂമി പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കടപ്പുറത്തുള്ളവരെല്ലാവരും ഈ കാര്യങ്ങൾ ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാനിപ്പോൾ കടലിൽ പോക്കായിരുന്നു. ഞാൻ 15 വർഷമായി കടൽ പേഷ്യൻ്റായിട്ട് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ ഞാൻ ആ കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഇപ്പം മകന് ഈ 2.5 കൊല്ലമുള്ള ഈ അപകടം പറ്റിയിട്ട്. അപ്പോഴാണ് ഈ കരമടച്ച് എനിക്ക് ബാങ്കിൽ കൊടുത്തിട്ട് വേണം അതിൻ്റെ അസുഖങ്ങൾക്ക് ചിലവാക്കാനായിട്ട്. അങ്ങനെ ചെല്ലുമ്പോഴാണ് വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസർ പറയണത് നിങ്ങൾക്കിടെ ഭൂമി കരടവ് ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് സാറേ ഞങ്ങളുടെ ഭൂമി ആരാണ് ബ്ലോക്ക് ചെയ്തേക്കണത്? ഞങ്ങൾ 34 വർഷമായല്ല. ഞങ്ങൾ 34 വർഷം കഴിഞ്ഞാൽ അല്ല 34 വർഷമായി ഞങ്ങൾ ഈ ഭൂമി വാങ്ങിയിട്ട്. കരമടയ്ക്കാൻ ചെന്നത് എത്ര കാലം മുമ്പാണ് ചെന്നത്? 2022. അപ്പോൾ ചെന്നപ്പോഴാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് നിങ്ങളുടെ കരം അടക്കാൻ പറ്റില്ല, വഖഫ് ആക്സിപ്പട്ടികയിൽ കയറ്റിയൊക്കെയാണെന്ന് പറഞ്ഞ് ലെറ്റർ വന്നിട്ടുണ്ട് താലൂക്കിൽ നിന്ന്. അപ്പോൾ താലൂക്ക് ഓഫീസറുടെ ഇത് വന്നേക്കണം. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്താണ് സംഭവം എന്ന് ഞാൻ ഏറ്റവും വലിയൊരു അപകടം പിടിച്ച കണ്ടീഷനിലാണ് ഞാൻ അവിടെ ചെല്ലണത്. അപ്പോഴാണ് വിശദമായി ഞാൻ ചോദിച്ചത് സാറേ എന്താണ് ഇത് സംഭവം, നിങ്ങൾക്ക് നിങ്ങൾ കേസിന് പോകേണ്ടി വരും, ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്നാണ് അവർ പറയണത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വിശദമായ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മരിക്കാൻ തന്നെയാണ് തോന്നിയത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയാണ്, എൻ്റെ മകനെ ചികിത്സിക്കാൻ വേണം, എനിക്ക് പൈസ വേണം, കിടപ്പാടവും പോയി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചോദിച്ചു തന്നെയാണ് ഞാൻ വീട്ടിൽ വന്നത്. പിന്നെ എൻ്റെ ഭാര്യയും മകനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ മകനെ എനിക്ക് ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവരണ്ടേ. പിന്നെ ആളോടൊക്കെ ഞാൻ കടം വാങ്ങി എൻ്റെ മകനെ ഞാനിപ്പോൾ കൊണ്ടുവന്ന് അവനെ നട്ടലിന് ഓപ്പറേഷൻ ചെയ്തേക്കണതാണ്. 6 സ്ക്രൂ ആണ് ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നത്. ഈ 6 സ്ക്രൂ മോന് 35 വയസ്സ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇനി രണ്ടാമത് അത് സ്ക്രൂ മാറ്റണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയോളം വേണം. പക്ഷേ ഇത് സംഭവം കാരണം 3 വർഷവും 3 മാസമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. എൻ്റെ മകൻ്റെ നട്ടലിന്മേൽ ഇപ്പോഴും ആ സ്ക്രൂ ഇരിക്കുകയാണ്, ഇത് മാറ്റാൻ പറ്റണില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.